ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ അടിപൊളി സ്റ്റോറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഥ കേൾക്കാം. ഗോകുലിന് ഇപ്പോൾ 20 വയസ്സ്. എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മോഡേൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു. അവന്റെ അമ്മ നിരുപമ 39 വയസ്സ്. അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബയോളജി ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അനിയത്തി മാളവിക 18 വയസ്സ്. അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അച്ഛൻ സത്യൻ 45 വയസ്സ്. ഗൾഫിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടാണുള്ളത്. ഇതാണ് ഗോകുലിന്റെ കൊച്ചു ഫാമിലി. രാവിലെ MEI മോഡേൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോകാൻ റെഡിയാവുകയാണ് നിരുപമ. സിൽക്ക് സാരിയാണ് വേഷം. ഒരു തരിപോലും ശരീരം എക്സ്പോസ് ചെയ്യാൻ അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. അവളൊരു മുറ്റുപീസാണ്, നമ്മുടെ സിനിമാ നടി മൃണാലിനേക്കാൾ സ്വന്തം. കോളേജിൽ പോകാൻ ഒരുങ്ങിയ നിരുപമയുടെ സാരിക്കിടയിലൂടെ വയറിന്റെ ചെറിയൊരംശം പുറത്തുകണ്ട് സത്യന് ദേഷ്യം വന്നു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സാരി വയറ് കാണുന്ന രീതിയിൽ ഉടുക്കരുതെന്ന്. സത്യൻ ഉയർക്കെ കയർത്തു. അപ്പോഴാണ് നിരുപമ അത് ശ്രദ്ധിച്ചത്. അവൾ ഉടനെ അത് നേരെയാക്കി. ചേട്ടനറിയാലോ, ഞാൻ വയർ കാണിക്കാതെയാണ് സാരി ഉടുക്കാറെന്ന്. സെറ്റ് ചെയ്യുമ്പോൾ അറിയാതെ കുറച്ചു പുറത്തു കണ്ടെന്ന് കരുതി എന്തിനാ ഇങ്ങനെ ഒച്ചവെക്കുന്നേ? ശ്രദ്ധിക്കണം, ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അറിയാലോ. മാതാപിതാ ഗുരു ദൈവമെന്നൊന്നും അവറ്റകളുടെ തലയിൽ ഇല്ല. പെണ്ണെന്നു പറഞ്ഞാൽ അവറ്റകൾക്ക് മറ്റേ ചിന്തയേ വരൂ. എല്ലാം കാണിച്ച് അഴിഞ്ഞാടി നടക്കാൻ താൽപ്പര്യമുള്ള സ്ത്രീകളുണ്ടാകും നാട്ടിൽ. പക്ഷേ എന്റെ ഭാര്യയും മക്കളും അങ്ങനെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. സത്യൻ കനത്തിൽ പറഞ്ഞു. നിരുപമ മറുത്തൊരക്ഷരം പോലും പറയാതെ ഭർത്താവിനെ കേട്ടുനിന്നു. അച്ഛന്റെ ശകാരം കേട്ട് മുറിയിൽ നിൽക്കുകയാണ് ഞാനും അനിയത്തി മാളവികയും. ഇപ്പോൾ എന്റെ അച്ഛനെക്കുറിച്ചുള്ള ഏകദേശ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആളൊരു ദേഷ്യക്കാരനാ. കൂത്താട്ടുകുളത്താണ് അച്ഛന്റെ നാട്. അവിടെ പേരുകേട്ട തറവാട്ടിലെ ഇളയ സന്തതി. അച്ഛന്റെ വലിയ കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങൾ. ജനിച്ച ശേഷം അമ്മയുടെ നിർബന്ധം കാരണമാണ് കളമശ്ശേരിയിൽ ഭാഗം കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ വീട് വെച്ച് താമസമായത്. പുതിയ വീട് വെച്ച് മാറിയപ്പോൾ അച്ഛന് ഒരേയൊരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ പേരിനും കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവരുത്. നാട്ടുകാരുടെ മുൻപിൽ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടാവരുത്. ഞങ്ങളത് അക്ഷരം പ്രതി അനുസരിച്ചു പോരുന്നു. അച്ഛന്റെ മുന്നിൽ അമ്മ നല്ല അനുസരണയുള്ള പതിവൃതിയായ ഭാര്യയാണ്. എന്നാൽ MEIയിൽ ചെന്നാൽ വളരെ സ്ട്രിക്റ്റ് ആൻഡ് ബോൾഡ് ടീച്ചറും. അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ പിള്ളേർക്കും അമ്മയെ പേടിയാണ്. അലമ്പ് കാണിക്കുന്ന തറ പിള്ളേർക്ക് പോലും അമ്മയുടെ കയ്യിൽ നിന്നും പൊതിരെ തല്ലുകിട്ടിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സ്വന്തം മകനായ എന്നെ വരെ ക്ലാസ്സിലെ പിള്ളേരുടെ മുന്നിൽ വെച്ച് തല്ലിയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ അത്ര പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയതാണ്. പക്ഷേ എന്റെ അനിയത്തി മാളവിക, അവൾ നല്ലപോലെ പഠിക്കും. അമ്മയുടെ പ്രിയപുത്രിയാണ്. അമ്മ എപ്പോഴും എല്ലാവരുടെ മുന്നിലും അവളെക്കുറിച്ച് പൊക്കിപ്പറയും. എന്നെയും അനിയത്തിയെയും ക്ലാസ്സിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരുപാട് ചെക്കന്മാർ നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കും വഴങ്ങിക്കൊടുത്തിട്ടില്ലെന്നാണ് എന്റെ അറിവ്. എന്റെ ക്ലാസ്സിലെ അലമ്പ് പിള്ളേരുടെ നേതാവാണ് ഷിജു. അവന്റെ കൂടെ കൂട്ടാളികളെപ്പോലെ 5 പേര് കൂടെയുണ്ട്. മനു, രാഹുൽ, സിനാൻ, ജോണി, വിഷ്ണു. എല്ലാം ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന പിള്ളേരാ. ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിലും പഠിച്ചു നല്ല മാർക്ക് മേടിക്കണം എന്നൊരു ചിന്തയൊന്നും ഇവർക്കില്ല. ക്ലാസ്സിലെ പെൺപിള്ളേരെയും ടീച്ചർമാരെയും കുറിച്ച് ആഭാസം പറയുക, വീഡിയോ കാണുക, കുടിച്ചു കൂത്താടുക, ഇതൊക്കെയാ ഇഷ്ടവിനോദം. എന്റെ അമ്മയ്ക്കിവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കോളനിയിലുള്ളവരോട് അമ്മയ്ക്കും എനിക്കും പുച്ഛമാണ്. കിട്ടിയ അവസരത്തിനൊക്കെ അവരെ പൊതിരെ തല്ലുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അതിന്റെ പകയൊക്കെ അവന്മാർ എനിക്കിട്ടും തീർക്കും. എനിക്ക് ക്ലാസ്സിലാകെ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേര് ജിനു. അവനും എന്നെപ്പോലെ തന്നെ സൗമ്യ സ്വഭാവക്കാരനാണ്. ഇന്ന് രാവിലെ ഫസ്റ്റ് പീരീഡ് ബയോളജിയാണ്. കൃത്യസമയത്ത് തന്നെ അമ്മ ക്ലാസ്സിലെത്തി. സിൽക്ക് സാരി ഉടുത്ത് ക്ലാസ്സിൽ വന്ന അമ്മയെ ഷിജുവും കൂട്ടരും മൊത്തത്തിൽ സ്കാൻ ചെയ്തു. സാരി കൊണ്ട് എത്രയൊക്കെ മറക്കാൻ പറ്റുമോ അത്രയൊക്കെ ശരീരം മറച്ചുകൊണ്ടാണ് അമ്മ ക്ലാസ്സിലെത്തിയത്. എന്ത് സ്ട്രക്ചറാടാ അളിയ, കണ്ടിട്ട് കൊതിയാകുന്നു. രാഹുൽ പറഞ്ഞു. ഒരു തരിവയർ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോ പടക്കം പൊട്ടിക്കും ഞാൻ. മനു പറഞ്ഞു. എന്തിനാ വയറ്, ഇവളുടെ മുഖം മാത്രം മതി. അതും പറഞ്ഞ് ഷിജു അട്ടഹസിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ നീയൊക്കെ പിറുപിറുക്കുന്നേ? അമ്മ അവരോട് ദേഷ്യപ്പെട്ടു. ഒന്നുമില്ല ടീച്ചറെ, ഞാൻ ചുമ്മാ തുമ്മിയതാ. ഷിജു മറുപടി നൽകി. തുമ്മുന്നതും ഇളിക്കുന്നതും കണ്ടാൽ തിരിച്ചറിയാനുള്ള സാമാന്യബോധം എനിക്കുണ്ട്. വേഷം കെട്ടിറക്കിയാലുണ്ടല്ലോ,
അടിച്ചു നിന്റെ അണപ്പല്ല് കൊഴിക്കും. മര്യാദയ്ക്കിരുന്ന് പഠിച്ചോണം, ഇല്ലേൽ എന്റെ സ്വഭാവം മാറും. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പഠനം ആരംഭിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. വീട്ടിലെത്തിയാൽ എന്റെ ഇഷ്ടവിനോദം ഓൺലൈൻ ഗെയിമാണ്. അതിൽ പൈസയിട്ട് ഗെയിം കളിക്കും. എടക്കൊക്കെ പൈസ പോകും, എടക്കൊക്കെ കിട്ടും. ഈ ആഴ്ച ഫുൾ നഷ്ടമായിരുന്നു. ഇതുവരെ ഏകദേശം 10,000 രൂപയോളം എനിക്ക് നഷ്ടമായി. 15,000 ആണ് നഷ്ടം വരുത്താവുന്നതിന്റെ മാക്സിമം ലിമിറ്റ്. 15,000 ആയാൽ ഒരാഴ്ചക്കകം നഷ്ടം വരുത്തിയ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ പോകും. അമ്മ അറിയാതെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വെച്ച് തുടങ്ങിയ ഗെയിമാണിത്. തുടക്കത്തിൽ ഒരുപാട് പൈസയൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. ഇപ്പോൾ അത് വലിയ വലിയ കുഴപ്പമാവാൻ ചാൻസുണ്ട്. നഷ്ടം വരുത്തിയ പൈസ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഞാൻ പിടിക്കപ്പെടും. പിന്നത്തെ കാര്യം ഗോവിന്ദ. എനിക്കൊരു ഓൺലൈൻ സുഹൃത്തുണ്ട്, പേര് അനിൽ. ഗൾഫില് വലിയ ബിസിനസ്സാണെന്നാ പറഞ്ഞത്. FB പ്രൊഫൈൽ കണ്ടപ്പോൾ ആളൊരു 50 വയസ്സിനു മേലെ പ്രായമുണ്ടെന്ന് മനസ്സിലായി. ആദ്യം അയാളുമായി ചാറ്റിങ്ങിന് എനിക്ക് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചെറിയ രീതിയിൽ ചാറ്റ് ചെയ്ത് നല്ല ബന്ധമുണ്ടാക്കി. ക്ലാസ് കഴിഞ്ഞാൽ അങ്ങേരുടെ കമ്പനിയിൽ വലിയൊരു പോസ്റ്റ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് പഠിപ്പ് തീർത്ത് പുറത്തുപോയി ലൈഫ് സെറ്റാക്കണം. വീടെന്ന നരകം ഉപേക്ഷിച്ചു പോയാൽ തന്നെ മനസമാധാനം കിട്ടും. ഗോകുൽമോനെ, സുഖമാണോ? കുറേ നാളായല്ലോ കണ്ടിട്ട്. തിരക്കാണോ? അനിൽ മെസ്സേജ് അയച്ചു. തിരക്കൊന്നുമില്ല അങ്കിൾ. ഞാൻ റിപ്ലൈ കൊടുത്തു. ഗെയിം കളിച്ചിരിപ്പായിരിക്കുമല്ലേ? അനിൽ ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? നിനക്ക് പിന്നെ വേറെ എന്താ പണി? അമ്മയും അനിയത്തിയും എവിടെ? ഇവിടെയുണ്ട്. പിക്കയക്ക്. എന്തിനാ എപ്പോഴും എന്റെ അമ്മയുടെയും അനിയത്തിയുടെയും പിക്ക് ചോദിക്കുന്നേ? എനിക്കതൊന്നും ഇഷ്ടല്ലട്ടോ. പിന്നെ അങ്കിളിനെ വെറുപ്പിക്കേണ്ട എന്ന് കരുതിയാ ഇതുവരെ പറയാതിരുന്നത്. എടാ, അവരെ കാണാനുള്ള കൊതികൊണ്ടല്ലേടാ. ഞാൻ 2-3 തവണ പിക്കയച്ചില്ലേ, അതുപോരെ? പുതിയതയക്ക്. വെറുതെയല്ലല്ലോ. ഓരോ തവണ പിക്കയക്കുമ്പോഴും ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ 500 രൂപ തരാറുള്ളതല്ലേ? ശരി, ഞാൻ അയക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഗോകുൽ വേഗം ഹോളിലേക്ക് ചെന്നു. അവിടെ മുട്ടിനുമേലെയുള്ള ഷോർട്സും ഇറുകിയ കറുത്ത ബനിയനുമിട്ട് സോഫയിലിരുന്ന് മാളവിക TV കാണുകയാണ്. അവളറിയാതെ ഗോകുൽ ഒരു ചിത്രം പകർത്തി. ശേഷം അടുക്കളയിലേക്ക് ചെന്നു. കിടൻ ലുക്കായ നൈറ്റി ധരിച്ച് വെണ്ടക്ക കട്ട് ചെയ്യുകയാണ് നിരുപമ. അമ്മയുടെ പിന്നിൽ നിന്നൊരു പിക്കെടുത്തു. തിരിച്ചുപോകാൻ നേരം അമ്മ അവനെ കണ്ടു. എന്താടാ അടുക്കളയിൽ ചുറ്റിക്കറങ്ങുന്നേ? ഒന്നുമില്ല അമ്മ. എന്നാൽ മുറിയിൽ പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ശരിയമ്മ. അതും പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. ശേഷം 2 പിക്കും അനിൽ അങ്കിളിന് അയച്ചുകൊടുത്തു. അമ്മയുടെയും മോളുടെയും ചിത്രം കണ്ട് അയാൾ ഹാപ്പിയായി ഒരുപാട് ഇമോജിയൊക്കെ അയച്ച് സംതൃപ്തി അറിയിച്ചു. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ അനിയത്തി നിന്റെ അമ്മയെ കടത്തിവിട്ടും എന്ന ചലക്ക് അവൾ. അങ്കിൾ പ്ലീസ്, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. ഗതികേടുകൊണ്ടാ ഇതൊക്കെ ചെയ്യുന്നേ. ഞാൻ കള്ളും കഞ്ചാവും അടിച്ചു വഴി തെറ്റുമോ എന്ന് അച്ഛന്റെ ഭയം കാരണം പോക്കറ്റ് മണിയൊന്നും ഇപ്പൊ കിട്ടാറില്ല. ഗെയിം കളിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി വേറെ വഴിയില്ലാത്ത കാരണമാ അങ്കിൾ പറയുന്ന പോലെയൊക്കെ ചെയ്യണേ. എനിക്ക് എന്റെ അമ്മയും അനിയത്തിയും മറ്റുള്ളവർ നോക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അവൻ ചെറിയ വിഷമത്തോടെ പറഞ്ഞു. ഓക്കെ, നീ വിഷമിക്കല്ലടാ. എനിക്ക് നിന്റെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കില്ല. നിന്റെ 500 ഞാൻ ഇപ്പോൾ തന്നെ അയച്ചേക്കാം. അനിൽ പറഞ്ഞു. താങ്ക്സ് അങ്കിൾ. അവൻ റിപ്ലൈ നൽകി. അങ്ങനെ 1 മാസം കഴിഞ്ഞുപോയി. അച്ഛന്റെ ലീവ് കഴിഞ്ഞ് തിരികെ ഗൾഫിലേക്ക് പോയി. അച്ഛൻ പോയപ്പോഴാ എനിക്ക് സമാധാനം കിട്ടിയത്. അല്ലേൽ അമ്മയെ സഹിക്കണം, അച്ഛനെയും സഹിക്കണം. എത്രയും പെട്ടെന്ന് ഗെയിം കളിച്ച് കടമൊക്കെ വീട്ടണം. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൂടുതൽ സമയം ഗെയിമിലേക്ക് മുഴുകി. ഒരു ദിവസം പൈസ കിട്ടിയാൽ പിറ്റേന്നത് നഷ്ടപ്പെടും. എല്ലാം കൊണ്ടും അവൻ ആകെ ഭ്രാന്ത് പിടിച്ചു. അങ്ങനെയിരിക്കെ ഒരു ബുധനാഴ്ച ദിവസം നല്ല കറുത്ത സാരി ഉടുത്ത് നെറ്റിയിൽ സിന്ദൂരം ചൂടി അമ്മ കോളേജിലെത്തി. അവിടെ പഠിപ്പിക്കുന്ന മിക്ക സാറന്മാർക്കും പ്യൂണിനും വരെ അമ്മയെ കണ്ടാൽ വായ് പൊളിച്ച നോട്ടമാണ്. അതിൽ പ്യൂൺ ഗോപാലേട്ടന് സൂക്കേട് കുറച്ചു കൂടുതലാണ്. മിക്ക ദിവസങ്ങളിലും അമ്മയെ കണ്ണുകൊണ്ടുള്ള സ്കാനിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ പ്രായമുണ്ടയാൾക്ക്. കറുത്തുമെലിഞ്ഞ രൂപം. കാണാൻ കൊള്ളാത്തതുകൊണ്ട് ഇതുവരെ കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഇപ്പോഴും പെണ്ണ് കണ്ടു നടക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയ്ക്ക് കറുത്തവരോട് പണ്ടേ ഇഷ്ടമില്ലാത്ത പ്രകൃതമാണ്. സ്വഭാവം നല്ലതാണെങ്കിൽ പോലും കാണാൻ കറുത്തതാണെങ്കിൽ അടുപ്പിക്കില്ല. ഇത്തരം മോശം ചിന്താഗതിയൊക്കെയുണ്ടെങ്കിലും ഇതൊന്നും പുറത്തു കാണിക്കാറില്ല.
ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ യൂറോപ്പിൽ അരങ്ങേറുന്ന റേസിസത്തിനെതിരെ ഘോരഘോരം എഴുത്തുകൾ പോസ്റ്റ് ചെയ്യുകയും ജാതിമത വ്യവസ്ഥകളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ടുതന്നെ നാട്ടിലും സ്കൂളിലും പിള്ളേരുടെ ഇടയിലും അമ്മയ്ക്ക് നല്ല വിലയാണ്. ഇതേ അമ്മ തന്നെയാണ് എന്നോട് അന്യമതസ്ഥയെ വിവാഹം കഴിക്കരുതെന്നും അനിയത്തിയോട് അന്യമതസ്ഥനെ വിവാഹം കഴിക്കരുതെന്നും സത്യം ചെയ്യിച്ചത്. ചുരുക്കിപ്പറഞ്ഞാൽ പുരോഗമനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ വെറും കുലസ്ത്രീ മാത്രമാണ് അമ്മ. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ പീരീഡിൽ അമ്മയുടെ ക്ലാസ്സാണ്. അച്ഛൻ മേടിച്ചു കൊടുത്ത കറുത്ത സാരിയും ഉടുത്ത് അമ്മ ക്ലാസ്സിലേക്ക് വന്നു. അമ്മയെ കണ്ടതും ഷിജുവിനും കൂട്ടർക്കും ഇളക്കം തുടങ്ങി. അമ്മയെക്കുറിച്ച് അവരെന്തൊക്കെയോ ഡബിൾ മീനിംഗ് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഇതേ വേഷത്തിൽ നിരുപമ മോളെ കിട്ടണം. അവളുടെ വിയർത്ത് നനഞ്ഞ ബ്ലൗസ് കണ്ടാൽ എന്ത് രസമാ. അവളുടെ വിയർപ്പിനു പോലും സെന്റിന്റെ മണമായിരിക്കും, ഷിജു പറഞ്ഞു. മറുപടി എന്നോണം സിനാൻ വക തഗ് കമന്റ്, അതും പക്കാ ഡബിൾ മീനിംഗ്. ഇതൊക്കെ മുന്നിലിരിക്കുന്ന എന്റെ കാതിലുമെത്തി. ദേഷ്യം കൊണ്ട് മൂക്കു ചുവന്നു. പക്ഷേ ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഈ കാര്യമൊക്കെ അമ്മയോട് റിപ്പോർട്ട് ചെയ്താൽ അവന്മാരെ അടിച്ചു പദം വരുത്തും. അതിന്റെ പ്രതികാരമായി അവന്മാർ എന്നെയും എടുത്തിട്ട് പെരുമാറും. ജിനു എന്നെ സമാധാനിപ്പിച്ചു. നീ ക്ഷമിക്ക്, അവന്മാർക്കൊന്നും ഒരു ബോധവുമില്ല. സ്വന്തം അമ്മയെ വരെ മോശം പറയുന്ന ടൈപ്പാ, വിട്ടുകളാ. ജിനുവിന്റെ വാക്കുകൾ കേട്ട് ഞാൻ അല്പമയഞ്ഞു. കൂട്ടത്തിൽ സിനാൻ, അവൻ മഹാ അലമ്പന. സ്ത്രീകളെക്കുറിച്ച് വളരെ അറപ്പ് തോന്നുന്ന രീതിയിലാണ് അവന്റെ വർണ്ണന. കേട്ടാൽ അറക്കുന്ന പല മോശം കാര്യങ്ങളും അവന്റെ സങ്കല്പത്തിലുണ്ട്. സിനാൻ കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ അവസ്ഥയോർത്ത് എനിക്ക് പാവം തോന്നി. അവന്റെ പല വൃത്തികേടുകളും സഹിക്കേണ്ടിവരും ആ പെണ്ണ്. ക്ലാസ് കഴിയുന്നതുവരെ അവന്മാരെല്ലാം എന്റെ അമ്മയുടെ ചോര ഊറ്റിക്കുടിച്ചു. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ഇവന്മാർക്കൊക്കെ നല്ല 8ന്റെ പണി കൊടുക്കണം. അവസരം കിട്ടിയാൽ പണിയാൻ തന്നെ ഗോകുൽ തീരുമാനിച്ചു. വൈകുന്നേരം 4:30 ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാനും ജിനുവും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഇവിടെ ബസ്സുകളൊക്കെ കുറവാണ്. 5 മണിക്കുള്ളിൽ ബസ് കയറിയില്ലെങ്കിൽ പിന്നെ തിരക്ക് കാരണം പാടുപെടും. പണി കഴിഞ്ഞു വരുന്ന ബംഗാളികളും നാട്ടുപണിക്കരുമൊക്കെ കൂടുതലും ആ സമയത്തുള്ള ബസ്സിലാണ് വരാറ്. അതുകൊണ്ടുതന്നെ അമ്മയും അനിയത്തിയും പെട്ടെന്ന് തന്നെ ബസ് കയറിപ്പോകും. ഞാൻ ജിനുവിനോടൊക്കെ സംസാരിച്ച് പതിയെ പോകാറുള്ളൂ. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ജിനു പരങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്താടാ കാര്യം? എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമാണ്. ഏത് ലക്ഷ്മി? ഞാൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ അനിയത്തി മാളവികയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ലക്ഷ്മി, അവൻ നാണത്തോടെ പറഞ്ഞു. ഇതൊക്കെ എപ്പോഴാടാ? അവളെ ആദ്യമായി കണ്ടപ്പോൾ മുതലേ തോന്നിയ ഇഷ്ടമാടാ. പറയാനുള്ള മടി കാരണം ഇത്രയും കാലം മറച്ചുവെച്ചതാ. അത് ശരി, ഇതിനിപ്പോ ഞാൻ എന്നാ വേണ്ടേ? നീ ചെന്ന് പ്രപ്പോസ് ചെയ്. എനിക്ക് പേടിയാ, അവൾ നോ പറഞ്ഞാൽ വിഷമമാകും. നോ പറയുന്നതൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം അവൾ കമ്മിറ്റഡ് ആണോ എന്നറിയണം. അതറിയാൻ നിന്റെ അനിയത്തി വിചാരിച്ചാൽ നടക്കും. ഞാൻ ചോദിച്ചു നോക്കാം അവളോട്. ഇന്ന് തന്നെ ചോദിക്കണേ? അട ചോദിക്കാം. ഞാൻ അവന് വാക്കുകൊടുത്തു. രാത്രി സമയങ്ങളിൽ ഷിജുവും കൂട്ടരും ഒത്തുകൂടുന്ന ഒരു ഷെഡുണ്ട്. കള്ളുകുടിയും പുകവലിയും ഒക്കെ അവിടെ വെച്ചാണ് നടക്കാറ്. കുപ്പി വാങ്ങാൻ പോയ ജോണി ഇതുവരെ വന്നില്ലല്ലോ, മനു പറഞ്ഞു. അവിടെ ക്യൂ നിന്ന് മേടിക്കണ്ടേ, ടൈമെടുക്കും, രാഹുൽ പറഞ്ഞു. എപ്പോഴും ഈ കള്ളും വലയും മാത്രം മതിയോ? വേറെ കൂടിയത് വല്ലോം അടിക്കണ്ടേ? വിഷ്ണു ചോദിച്ചു. കള്ളു വേണോടാ നിനക്ക്? സിനാൻ ചോദിച്ചു. അതൊക്കെ വലിയ റിസ്ക്കാണ്. എനിക്ക് കഞ്ചാവ് കിട്ടിയാൽ മതി, വിഷ്ണു പറഞ്ഞു. ദാ ഷിജു, നീ കഞ്ചാവ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായല്ലോ. വല്ലതും നടക്കുമോ? സിനാൻ ചോദിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. നാട്ടിലുള്ള ഒരു ചേട്ടൻ കഞ്ചാവിന്റെ സപ്ലയറാണ്. കിട്ടാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് നോക്കാം, ഷിജു മറുപടി നൽകി. ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞു. എന്താ കാര്യം? സിനാൻ ചോദിച്ചു. എനിക്ക് ആ മാളവികയെ ഒരു നോട്ടമുണ്ട്, വിഷ്ണു പറഞ്ഞു. ഏതു മാളവിക? മനു ചോദിച്ചു. നമ്മുടെ ക്ലാസ്സിലെ ഗോകുലിന്റെ അനിയത്തി മാളവിക. എനിക്ക് അവളെ ഒരുപാടിഷ്ടമാ. കാണാൻ നല്ല ഭംഗിയല്ലേ, വിഷ്ണു ചെറുനാണത്തോടെ പറഞ്ഞു. അയ്യടാ, അവളെ ഇഷ്ടമായിട്ടാണോ അവളുടെ അമ്മയെക്കുറിച്ച് ഡെയിലി മറ്റേത് പറയുന്നത്? രാഹുൽ അവനെ കളിയാക്കി. അതുപിന്നെ അവളുടെ അമ്മ ആറ്റം ചരക്കായതിന് ഞാൻ എന്നാ ചെയ്യാനാ? എനിക്ക് അവളെ നല്ല ആഗ്രഹമുണ്ട്, വിഷ്ണു പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നീ അവളെ പോയി പ്രൊപ്പോസ് ചെയ്യ്, ഷിജു പറഞ്ഞു. അവൾ നോ പറഞ്ഞാലോ? വിഷ്ണു ആശങ്ക അറിയിച്ചു. നോ പറഞ്ഞാൽ അതവിടെ തീർന്നു. ഇനി അഥവാ മാളവിക എസ് പറഞ്ഞാൽ
അവളെ നമ്മളെല്ലാവരും കൊണ്ടുപോകും. അതും പറഞ്ഞ് സിനാൻ പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് എല്ലാവരും അവന്റെ ഒപ്പം കൂടി ചിരിച്ചു. അതൊന്നും പറ്റില്ല, അവളെ എനിക്കു മാത്രം വേണം. വിഷ്ണു പറഞ്ഞു. ദാ നിർത്തടാ നിന്റെ കൊണ. മാളവികയോട് നിനക്ക് ദിവ്യപ്രേമം ഒന്നുമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അവസരം കിട്ടിയാൽ മുതലാക്കി വിടണം, അതല്ലേ ഉദ്ദേശം? ഷിജു ചോദിച്ചു. എടാ, അങ്ങനെയൊന്നുമല്ല. വിഷ്ണു പറഞ്ഞു. അവളെ നീ സെറ്റാക്കിയാൽ ഞങ്ങളെല്ലാരും കൊണ്ടുപോകും. നിനക്ക് ഓക്കെയാണെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ടാവും എല്ലാറ്റിനും. ഷിജു പറഞ്ഞു. ശരി, അവൾ ആദ്യം സെറ്റാകുമോ എന്ന് നോക്കാം. വിഷ്ണു പറഞ്ഞു. ഈ സമയം ജോണി സിവിലിൽ നിന്നും കുപ്പിയുമായി എത്തി. അവരുടെ മുഖത്തൊക്കെ സന്തോഷം തെളിഞ്ഞു. രാത്രി പഠിക്കാനിരിക്കുകയാണ് മാളവിക. ഞാൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. അമ്മ അടുക്കളയിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചോദിച്ചു. ലക്ഷ്മി, നീയുമായിട്ട് കൂട്ടാണോ? അതെ. എന്താ ചേട്ടാ? മാളവിക ചോദിച്ചു. നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്ത് ഉപകാരം? ചേട്ടൻ തെളിച്ചു പറ. ലക്ഷ്മി സിംഗിളാണോ? അതെ. എന്താ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല, ചുമ്മാ. ചേട്ടൻ അവളെ നോക്കുന്നുണ്ടോ? മാളവിക കള്ളനോട്ടത്തോടെ ചോദിച്ചു. ഏയ്, ഞാനല്ല. പിന്നെ ആർക്കുവേണ്ടിയാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ജിനുവിനു വേണ്ടിയാ. അവന് അവളോടൊരു താൽപ്പര്യമുണ്ട്. ആഹാ, ജിനിച്ചേട്ടനെ ഞാനൊന്ന് കാണട്ടെ. നീ വെറുതെ അവനെ കളിയാക്കാൻ നിൽക്കരുത്. ഞാൻ കളിയാക്കത്തൊന്നുമില്ല. എന്നാൽ നാളെ അവന്റെ കാര്യമൊന്ന് ലക്ഷ്മിയോട് സംസാരിക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി കൊടുക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. അവൾ അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല. ആ, നീ എന്തായാലും ഒന്ന് ശ്രമിക്ക്. ഞാൻ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞു ഏൽപ്പിച്ചു. പിറ്റേന്ന് സ്കൂളിൽ ചെന്ന് മാളവിക ജിനുവിന്റെ കാര്യം ലക്ഷ്മിയോട് അവതരിപ്പിച്ചു. ടി ലക്ഷ്മി, ജിനിച്ചേട്ടന് നിന്നോടിഷ്ടമുണ്ട്. ഇന്നലെ ഗോകുൽ ചേട്ടൻ എന്നോട് പറഞ്ഞതാ. നിന്റെ അഭിപ്രായമെന്താന്ന് വെച്ചാൽ നേരിട്ട് ചെന്ന് പറഞ്ഞോ? മാളവിക പറഞ്ഞു. എനിക്ക് താൽപ്പര്യമില്ല. ലക്ഷ്മി ഒട്ടും ആലോചിക്കാതെ മറുപടി കൊടുത്തു. നീ പെട്ടെന്ന് പറയണ്ട, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മാളവിക പറഞ്ഞു. എനിക്ക് താൽപ്പര്യമില്ലടി. ലക്ഷ്മി അതേ മറുപടി ആവർത്തിച്ചു. ആ ചേട്ടന് നല്ല സ്വഭാവമാണ്. നീ വേറെ ആരെയെങ്കിലും സെറ്റാക്കി കൊടുക്കുമോ മാളു? മാളവിക കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയം വിഷ്ണു മാളവികയുടെ അടുത്ത് ചെന്നു. മാളു ഒരു നിമിഷം. വിഷ്ണു അവളെ വിളിച്ചു. എന്താ വിഷ്ണു ചേട്ടാ? മാളവിക ചോദിച്ചു. എനിക്ക് നിന്നോട് സീരിയസായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ കാര്യം? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് മാളുവിനെ ഇഷ്ടമാണ്. കുറേ കാലമായി മനസ്സിൽ തോന്നിയിട്ട്. എന്റെ ഇഷ്ടം ആത്മാർത്ഥമായതാണ്. നീ നന്നായി ആലോചിച്ചിട്ട് മറുപടി തന്നാൽ മതി. വിഷ്ണു ഒറ്റശ്വാസത്തിൽ പറഞ്ഞു. അയ്യോ വിഷ്ണു ചേട്ടാ, ഞാനിതുവരെ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കൊരിക്കലും അങ്ങനെ കാണാനും വയ്യ. എനിക്ക് ചേട്ടൻ എന്റെ ഗോകുൽ ചേട്ടനെ പോലെ തന്നെയാണ്. ദയവ് ചെയ്ത് ഒന്നും തോന്നരുത്. ഐ ആം സോറി, മാളവിക സൗമ്യമായി പറഞ്ഞു. നീ ആലോചിക്ക്. എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടാണോ കോളനിയിൽ താമസിക്കുന്നതുകൊണ്ടാണോ? വിഷ്ണു ചോദിച്ചു. അതുകൊണ്ടൊന്നുമല്ല ചേട്ടാ, എനിക്ക് വേറൊരിഷ്ടമുണ്ട്. മാളവിക പറഞ്ഞു. എന്നെ ഒഴിവാക്കാൻ കള്ളം പറയണ്ട. കള്ളമല്ല, ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാ. പക്ഷേ അത് ആർക്കും അറിയില്ല, എന്റെ ചേട്ടന് പോലും. ആരാ അവൻ? വിഷ്ണു ആകാംക്ഷയോടെ ചോദിച്ചു. സനൂപ്. എന്റെ ക്ലാസ്മേറ്റാ. എങ്ങനെയാ ഇത് ഇത്ര സീക്രട്ടായിക്കൊണ്ട് നടക്കുന്നേ? എന്റെ അമ്മയുടെ സ്വഭാവം ചേട്ടൻ അറിയാലോ. ഈ വിവരം അറിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല. ഈ കാര്യം ഞാൻ ചേട്ടനോട് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ദയവ് ചെയ്ത് ഗോകുൽ ചേട്ടനോടോ മറ്റാരോടോ പറയരുത്. ഞാൻ വിശ്വസിച്ചോട്ടെ? മാളവിക ചോദിച്ചു. ഇതൊക്കെ കേട്ട് വിഷ്ണുവിന് ദേഷ്യം വന്നെങ്കിലും അവൻ പുറത്തു കാണിച്ചില്ല. ഞാൻ കാരണം ഇതാരും അറിയില്ല. മാളുവിന് എന്നെ വിശ്വസിക്കാം. ദേഷ്യം കടിച്ചുപിടിച്ച് മുഖത്ത് ചിരിവരുത്തി അവൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് ഗോകുലും ജിനുവും മാളവികയുടെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മി എന്തു പറഞ്ഞു? ഗോകുൽ ചോദിച്ചു. അവൾക്ക് താൽപ്പര്യമില്ല എന്നു പറഞ്ഞു. മാളവിക മറുപടി നൽകി. നോക്കാതിരിക്കാനുള്ള കാരണം വല്ലോം പറഞ്ഞു? ജിനു സ്വൽപ്പം വിഷമത്തോടെ ചോദിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പെന്താ ചെയ്യാ? ഗോകുൽ ചോദിച്ചു. ജിനിച്ചേട്ടൻ നേരിട്ട് അവളോട് സംസാരിക്ക്. ചിലപ്പോൾ അവളുടെ തീരുമാനം മാറിയാലോ? മാളവിക പറഞ്ഞു. ഞാൻ സംസാരിച്ചു നോക്കാം. ഇനി അതല്ലേ വഴിയുള്ളൂ. ജിനു വലിയ പ്രതീക്ഷയില്ലാതെ പറഞ്ഞു. രാത്രി ഷെഡിൽ. ഇപ്പോൾ മനസ്സിലായില്ലേടാ, ലുക്കുള്ള പെമ്പിള്ളർക്കൊക്കെ ലൈനുണ്ടാകും. ഷിജു അതും പറഞ്ഞു ചിരിച്ചു. എന്നാലും ഇത് വല്ലാത്ത സസ്പെൻസായിപ്പോയി. വിഷ്ണു അല്പം നിരാശയോടെ പറഞ്ഞു. വിട്ടുകള. ആത്മാർത്ഥ പ്രണയമൊന്നുമല്ലല്ലോ ഇത്ര ചിന്തിക്കാൻ. കളിസെറ്റപ്പിനു വേണ്ടി ചെയ്തതല്ലേ അത്. ആ ഒരു സെൻസിൽ കണ്ടാൽ മതി. സിനാൻ പറഞ്ഞു.
ഈ പെണ്ണ് കേസൊക്കെ വിട്. ഇന്നലെ പറഞ്ഞ കഞ്ചാവിന്റെ കാര്യമെന്തായി? സിനാൻ ചോദിച്ചു. പൈസ കൂടും, ഷിജു പറഞ്ഞു. അത് കുഴപ്പമില്ല, എല്ലാവരും ഷെയറിട്ടോളും, സിനാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ സംഘടിപ്പിക്കാൻ നോക്കാം, ഷിജു പാതി ഉറപ്പോടെ പറഞ്ഞു. രാത്രി ഗെയിം കളിയിൽ മുഴുകിയിരിക്കുകയാണ് ഗോകുൽ. ഇന്ന് കളിച്ച മാച്ചൊക്കെ തോറ്റു. വലിയ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത്. മൊത്തം നഷ്ടം ഇപ്പോൾ 15,000 രൂപയായി. അവനാകെ ഭ്രാന്ത് പിടിച്ചു. മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അത് തുറന്നപ്പോൾ അവന്റെ നെഞ്ചിടിപ്പുകൂടി. 15,000 രൂപ 7 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ആ പൈസ പോകും. ഇതൊക്കെ അമ്മ അറിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല. അവനാകെ പരിഭ്രമപ്പെട്ടു. ഇത്രയും പൈസ 7 ദിവസം കൊണ്ട് എങ്ങനെ സംഘടിപ്പിക്കും? ഒരു പിടിയുമില്ല. പരിഹാരത്തിനായി അവൻ തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് അനിലങ്കിളിന്റെ കാര്യം ഓർമ്മ വന്നത്. അങ്കിളിനോട് ചോദിച്ചാൽ സഹായിക്കുമായിരിക്കും. പക്ഷേ ഇത്രയും തുക ചോദിച്ചാൽ എന്തായാലും അങ്ങേര് വെറുതെ തരത്തില്ല. അമ്മയുടെയും അനിയത്തിയുടെയും കുറേ പിക് ചോദിക്കും. എത്ര ചോദിച്ചാലും കൊടുത്തല്ലേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിലായിപ്പോയി അവൻ. അധികം വൈകാതെ അനിൽ അങ്കിളിനെ അവൻ കാര്യമറിയിച്ചു. അങ്കിൾ, ഇത്തവണ എന്നെ സഹായിക്കണം. വേറെ ഒരു മാർഗവുമില്ലാത്തതുകൊണ്ടാ. നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്കെന്ത് ഗുണം? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും ഞാൻ ആർക്കുമൊന്നും വെറുതെ കൊടുക്കാറില്ല, അനിൽ പറഞ്ഞു. വെറുതെ വേണ്ട. ഞാൻ അമ്മയുടെയും അനിയത്തിയുടെയും ഒരുപാട് പിക്കയക്കാം. അതുപോരാ. പിന്നെ ഇത്തവണ കാശ് കുറച്ചു കൂടുതൽ തരുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചു കൂടിയത് വേണം. മനസ്സിലായില്ല. എന്താ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ അമ്മ ആ നിരുപമയുടെ ഒരു വീഡിയോ എനിക്ക് വേണം. വീഡിയോ എന്നു പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അല്ലേ? അങ്കിളിന്റെ ആവശ്യം കേട്ട് അവന്റെ പെരുവിരൽ പിഴുതുകയറി. തിരിച്ചു നല്ലോണം പറയണമെന്ന് അവനുണ്ട്. പക്ഷേ അങ്കിൾ പിണങ്ങിപ്പോയാൽ ആകെയുള്ള പ്രതീക്ഷയും അസ്തമിക്കും. മനസ്സിൽ നല്ല ദേഷ്യമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ ചാറ്റ് തുടർന്നു. അങ്കിളിന്റെ ആവശ്യം നടക്കില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. വേറെ ഒന്നുമില്ല മോനെ, ഇതാണെനിക്ക് വേണ്ടത്. നിന്റെ അമ്മയുടെ മേനി എനിക്ക് കാണണം. എന്നാൽ നീ പറഞ്ഞ പൈസ ഞാൻ തരാം. നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ മതി. കാശിനാവശ്യം നിനക്കാണ്, അതോർത്ത് ചിന്തിക്ക്. വിശ്വാസക്കുറവുള്ളതുകൊണ്ടല്ല അങ്കിൾ, ഇതൊക്കെ എങ്ങനെ നടക്കാനാ? അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. നിന്റെ അമ്മ കുളിച്ച് ഡ്രസ്സ് മാറുന്നത് പിടിക്കണം. ഷെൽഫിന്റെ മുകളിലോ ജനലിന്റെ അരികിലോ ഫോണിൽ ക്യാമറ ഓൺ ചെയ്തു വെച്ചാൽ ക്ലിയറായിട്ട് കിട്ടും. അമ്മയുടെ മുറിയിൽ എന്നെ അടുപ്പിക്കില്ല. അതൊക്കെ റിസ്ക്കാണ്. എങ്ങാനും പിടിച്ചാൽ പിന്നെ ഞാൻ ചത്താൽ മതി. നീ ഓരോ ഒഴിവ് പറഞ്ഞു മുങ്ങാൻ നോക്കണ്ട. ഞാൻ എന്റെ പാട്ടിനങ്ങു പോകും. അയ്യോ അങ്കിൾ, എന്നെ കൈയൊഴിയല്ലേ. എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാ പറ്റാത്തെ. എന്നാൽ ശരി, നീ അമ്മയുടെ സീനെടുക്കണ്ട. നിന്റെ അനിയത്തി മാളവികയെ പിടിക്ക്. ആ കൊച്ചുമോളും ഒരടാർ ചരക്കല്ലേ. അങ്കിൾ പ്ലീസ്, ഇതൊക്കെ പാപമാണ്. അവൻ കേണു. ഇത്രയും നാൾ 500 രൂപയ്ക്കു വേണ്ടി അമ്മയുടെയും അനിയത്തിയുടെയും പിക്ക് അയക്കുന്നത് പാപമല്ലല്ലേ? അങ്കിൾ ചോദിച്ചു. അത് നോർമൽ ഫോട്ടോ അല്ലേ, അതിലെന്താ കുഴപ്പം? ഉവ്വ, എന്റെ ആവശ്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതറിഞ്ഞുകൊണ്ടാണ് നീ ഇത്രയും നാൾ എനിക്ക് പിക്ക് അയച്ചത്. ഇപ്പോൾ പൊട്ടം കളിക്കാനാണ് ഭാവമെങ്കിൽ നീ കളിക്ക്, ഞാൻ പോകുക. പിന്നെ പൈസ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കണ്ട, ഞാൻ ബ്ലോക്ക് ചെയ്യും, പറഞ്ഞേക്കാം, അങ്കിൾ തറപ്പിച്ചു പറഞ്ഞു. അങ്കിൾ എന്റെ അവസ്ഥ മനസ്സിലാക്കണം, അവൻ അപേക്ഷിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ശ്രമിക്കാം അങ്കിൾ. നീ ശ്രമിക്കുവോ ശ്രമിക്കാതിരിക്കുവോ എന്നുവെച്ചാൽ ചെയ്തോ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കിട്ടിയ അടുത്ത സെക്കൻഡ് നിന്റെ കടം ക്ലിയർ ചെയ്യും ഞാൻ. സോ എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക്. അതും പറഞ്ഞ് അങ്കിൾ ഓഫ്ലൈനിൽ പോയി. വിഷമവും ദേഷ്യവും കൊണ്ട് അവൻ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുപോയി. എന്തു ചെയ്യണം? അങ്ങേര് പറഞ്ഞതുപോലെ ചെയ്യണോ, അതോ നഷ്ടം വരുത്തിയ കാര്യം അമ്മയെ അറിയിക്കണോ? ഒരുപാട് ചിന്തിച്ച് അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അമ്മ ഈ കാര്യം അറിഞ്ഞാൽ എന്റെ കരണം പൊളിക്കും. ഫോണും ലാപ്പും എറിഞ്ഞു പൊട്ടിക്കും. വൈകാതെ അച്ഛനോട് പറയും. പിന്നീടുള്ള കാര്യം പറയണ്ട. ഭാവിയെക്കുറിച്ചോർത്ത് അവൻ ആകെ ആകുലതപ്പെട്ടു. പിറ്റേന്ന് ക്ലാസ്സിലെത്തിയപ്പോഴും അവന്റെ മനസ്സ് ആകെ വിഷമത്തിലായിരുന്നു. ജിനു കാര്യം തിരക്കിയെങ്കിലും ഗോകുൽ ഒഴിഞ്ഞുമാറി. ബാക്ക് ബെഞ്ചിലിരുന്ന് സംസാരിക്കുകയാണ് ഷിജുവും കൂട്ടരും. കഞ്ചാവ് കിട്ടിയോ? സിനാൻ ചോദിച്ചു. കിട്ടി. ഇങ്ങോട്ട് വരുന്ന വഴി ആ ചേട്ടൻ കൊണ്ടു തന്നു. ഷിജു മറുപടി നൽകി. എവിടെ നോക്കട്ടെ? അവരെല്ലാം ആകാംക്ഷ കാട്ടി. ഷിജു തന്റെ ബാഗ് തുറന്ന് കഞ്ചാവിന്റെ പൊതി കാണിച്ചു. അത് കണ്ട് അവരുടെയൊക്കെ കണ്ണു തിളങ്ങി. ഇതിന് എന്ത് വില വരും? മനു ചോദിച്ചു. 5000 രൂപയുടെ മുതല. എന്നോടുള്ള പരിചയം വെച്ച് പുള്ളി 3000-ന് തന്നു.
ഷിജു പറഞ്ഞു. എന്തായാലും കൊള്ളാം, കുറേ കാലമായി വലിച്ചിട്ട് ഇന്ന് രാത്രി പൊളിക്കണം. സിനാൻ സന്തോഷത്തോടെ അട്ടഹസിച്ചു. ഇവരുടെ ചിരിയും കളിയുമൊക്കെ ഗോകുൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? ഇവന്മാരൊക്കെ വലിയ സന്തോഷത്തിലാണല്ലോ. ഗോകുൽ ജിനുവിനോട് ചോദിച്ചു. ഷിജു കണ്ട കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ജിനു പറഞ്ഞു. ഉള്ളതാണോ? ആണെന്ന് തോന്നുന്നു. ഒരുപാട് നേരമായി കഞ്ചാവിന്റെ കാര്യം പറയുന്നു. ഇന്ന് രാത്രി അത് വെച്ചാകും അവന്മാരുടെ കലാപരിപാടി. ജിനു സാവധാനം പറഞ്ഞു. നമുക്കിത് സ്റ്റാഫ് റൂമിൽ റിപ്പോർട്ട് ചെയ്താലോ? ഗോകുൽ ചോദിച്ചു. വേണ്ട, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. സർ അറിഞ്ഞാൽ അവന്മാരെ ഡിസ്മിസ് ചെയ്യും. ചിലപ്പോൾ പോലീസ് കേസ് വരെയാകും. ജിനു മുന്നറിയിപ്പ് നൽകി. എന്നാലും അവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നീ ഒന്ന് അടങ്ങ്. ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവന്മാരുടെ തല്ല് മൊത്തം വാങ്ങാൻ നിൽക്കണ്ട. എനിക്കും നിനക്കും ഒരുപാട് കിട്ടിയതല്ലേ. അതുകൊണ്ട് ഇനിയും വെറുതെ അടിയുടെ കണക്ക് കൂട്ടാൻ നിൽക്കണ്ട. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ല പോരെ? ഗോകുൽ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവന്റെ മനസ്സിൽ ഷിജുവിനും കൂട്ടർക്കും നല്ല പണി കൊടുക്കണമെന്ന് ആഗ്രഹം വല്ലാതെ കൂടി. ജിനു അറിയാതെ ഈ കാര്യം സ്റ്റാഫ് റൂമിൽ അറിയിക്കണം. അതിന് ഏറ്റവും എളുപ്പവഴി നിരുപമ ടീച്ചർ എന്ന തന്റെ അമ്മയാണെന്ന് അവനറിയാം. ഒട്ടും താമസിച്ചില്ല. അമ്മയെ വിവരമറിയിക്കാൻ അവൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഈ സമയത്ത് മകനെ കണ്ട് നിരുപമ സംശയത്തോടെ കാര്യം തിരക്കി. ഗോകുൽ തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അമ്മയെ അറിയിച്ചു. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒന്നുകൂടി ഉറപ്പുവരുത്താനായി അവൾ ചോദിച്ചു. ഉണ്ടമ്മേ, എനിക്കുറപ്പാ. അവൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അമ്മ ഉടനെ വിവരം പ്രിൻസിപ്പലിനെ അറിയിച്ചു. ഉടനെ പ്രിൻസിയും ടീച്ചർമാരുടെ സംഘവും ക്ലാസ് റൂമിൽ മിന്നൽ പരിശോധനയ്ക്കെത്തി. ഇതുകണ്ട് ഷിജുവും കൂട്ടരും ഞെട്ടി. ഒന്നും അറിയാത്തവനെപ്പോലെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഗോകുൽ ഇരുന്നു. എന്താടാ ക്ലാസ്സിൽ പതിവില്ലാത്ത ഒരു പരിശോധന? ജിനു സംശയത്തോടെ ചോദിച്ചു. ഗോകുൽ അവനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. എടാ നീയപ്പോ? ജിനുവിന് കാര്യം പിടികിട്ടി. ഇവിടെ പഠിത്തം തുടങ്ങിയപ്പോൾ മുതൽ എനിക്കും നിനക്കും ഇവിടുത്തെ പാവം പിടിച്ച പിള്ളേർക്കുമിട്ട് ഇവന്മാർ പണിയുന്നതല്ലേ. അതൊന്നും പോരാഞ്ഞിട്ട് എന്റെ അമ്മയെക്കുറിച്ചും ഇവിടുത്തെ മറ്റു പെൺപിള്ളാരെക്കുറിച്ചും അനാവശ്യം പറയലും. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അന്നേ ഞാൻ കാത്തിരുന്നതാ ഇതുപോലൊരവസരത്തിനു വേണ്ടി. ഇത്തവണ അവന്മാർ തീരും. പ്രതികാരം ചെയ്തതിന്റെ സന്തോഷത്തിൽ ഗോകുൽ മുഖം മറച്ചു ചിരിച്ചു. പ്രിൻസി ബാഗ് പരിശോധിച്ചപ്പോൾ ഷിജുവിന്റെ ബാഗിൽ നിന്ന് കഞ്ചാവ് പൊതി കണ്ടെടുത്തു. മറുപടി പറയാനാകാതെ അവൻ തലകുനിച്ചു. തന്റെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ ഷിജു കൂടുതലൊന്നും പറഞ്ഞില്ല. അവനെയും തൂക്കിയെടുത്തുകൊണ്ട് സാറന്മാർ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ മുഴുവൻ കഞ്ചാവ് പിടിച്ചത് ഒരു വാർത്തയായി. പോലീസ് വന്നു. ഷിജുവിന് കഞ്ചാവ് കൈമാറിയ ഡീലറെ പിടിച്ചു. ക്ലാസ്സിലും നാട്ടിലുമൊക്കെ അവൻ നാണം കിട്ടു. ഷിജുവിനെ എംഇഐയിൽ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായങ്ങൾ പിടിഎയുടെ ഭാഗത്തുനിന്നും ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു. ഇതിനൊക്കെ പുറമെ ഈ വിവരം പുറത്തുകൊണ്ടുവന്ന ഗോകുലിനെ അസംബ്ലിയിൽ വെച്ച് പ്രിൻസിപ്പൽ അനുമോദിച്ചു. അമ്മയ്ക്കും മറ്റു ടീച്ചർമാർക്കുമിടയിൽ ഗോകുലിനിപ്പോൾ നല്ല വിലയാണ്. മകളെക്കുറിച്ച് മാത്രം വർണ്ണനകൾ പറയുന്ന അമ്മയ്ക്ക് ഇപ്പോൾ മകനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും 100 നാവാണ്. അച്ഛനും ഫോണിലൂടെ ഒരുപാട് പ്രശംസിച്ചു. ഇതൊക്കെയാണ് അവൻ ആഗ്രഹിച്ചതും. പക്ഷേ ഷിജുവിന്റെ കൂട്ടം പകയോടെ ഗോകുലിനെ നോക്കി. പക്ഷേ ഗോകുൽ അതൊന്നും അത്ര കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെയെല്ലാം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഗെയിമിന്റെ കാര്യം ഓർത്തത്. ഇനി വെറും 2 ദിവസമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് 15,000 രൂപ അടച്ചില്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ട് മൂടിയ അമ്മയുടെ മുന്നിൽ അവൻ പെടും. തനിക്ക് വന്ന ഈ നല്ല ദിവസങ്ങൾ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യങ്ങളും ഇനി ഉണ്ടാവരുത്. അങ്ങനെ സംഭവിക്കുന്നതിനൊന്നും അവസരമൊരുക്കരുത് എന്നവൻ മനസ്സിൽ കുറിച്ചു. എങ്ങനെയെങ്കിലും അങ്കിൾ ചോദിച്ച പോലത്തെ അനിയത്തിയുടെ ദൃശ്യമെടുക്കണം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വന്നയുടനെ കുളിക്കുന്ന ശീലമാണ് മാളുവിന്. ഇതാണ് പറ്റിയ സമയം. പ്ലാൻ ചെയ്ത പോലെ ഷെൽഫിന്റെ മുകളിലായി അവൻ ക്യാമറ ഓൺ ചെയ്തു വെച്ചു. എയ്റോപ്ലെയിൻ മോഡ് ഓൺ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ കോളുകളുടെ കാര്യത്തിൽ പേടിക്കണ്ട. നല്ല പേടിയുണ്ടവന്. ചെയ്യാൻ പോകുന്ന തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധവും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വന്നയുടനെ മാളവിക ഗോകുലിനെ കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി? പതിവില്ലാത്ത ഒരു സന്തോഷം കണ്ട് അവൻ ചോദിച്ചു. ക്ലാസ്സിലൊക്കെ ഇപ്പോ ചേട്ടനെക്കുറിച്ച് നല്ല സംസാരമാ. ലൈലയും മീനയും എപ്പോഴും ചേട്ടനെക്കുറിച്ചാ ചോദിക്കുന്നേ. അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ചേട്ടനോട് ക്രഷുള്ള പോലെ തോന്നുന്നു, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു.
എന്തുപറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മാളവിക സംശയത്തോടെ ചോദിച്ചു. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ പറഞ്ഞൊപ്പിച്ചു. മാളവിക ഉടനെ ബാഗിൽ നിന്നും ഒരു കിറ്റ്കാറ്റെടുത്ത് ഗോകുലിന് കൊടുത്തു. ഇതെന്റെ പുന്നാരച്ചേട്ടന് അനിയത്തിയുടെ കൊച്ചു സമ്മാനം, മാളവിക നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മിഠായി മേടിച്ചു തന്നപ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുഞ്ഞു പെങ്ങളോടാണ് ഈ ചതി ചെയ്യാൻ പോകുന്നത് എന്നോർത്തപ്പോൾ സ്വയം വെറുപ്പു തോന്നി. പക്ഷേ തന്റെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ. എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാതിരിക്കാൻ അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. 1 മണിക്കൂറിനു ശേഷം മാളവിക കുളി കഴിഞ്ഞ് ഡ്രസ് മാറി ഹാളിലേക്ക് വന്നു. അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ മുറിയിൽ ചെന്ന് ഒളിച്ചുവെച്ച ഫോണുമായി അവൻ തിരികെ വന്നു. തന്റെ മുറിയിൽ ചെന്ന് വിറയലോടെ അവൻ വീഡിയോ പ്ലേ ചെയ്തു. മാളു ഡ്രസ്സ് അഴിച്ചു തുടങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ അവന്റെ നെഞ്ചിടിപ്പ് കൂടി. മുഴുവൻ കാണാനുള്ള ത്രാണി അവനില്ലാതെ പോയി. സങ്കടം കൊണ്ട് അവന്റെ കണ്ണു നിറഞ്ഞു. മനസ്സ് മാറുന്നതിനു മുമ്പ് ആ വീഡിയോ അനിൽ അങ്കിളിന് അയച്ചുകൊടുത്തു. ശേഷം തന്റെ ഫോണിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം അവൻ ഒരുപാട് നേരം കരഞ്ഞു. ഇതുവരെ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ കൊണ്ട് ആ ദിവസം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. സമയം രാത്രി 11 മണി. ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കണ്ണു തുറന്ന് ഫോണെടുത്തു നോക്കി 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അയച്ച വീഡിയോ അങ്കിൾ സീൻ ചെയ്തു, പക്ഷേ റിപ്ലൈ ഒന്നും തന്നില്ല. കിട്ടിയ പൈസ കൊണ്ട് അവൻ ഉടനെ തന്നെ കടം വീട്ടി. ഇപ്പോൾ മനസ്സിനൊരൽപ്പം ആശ്വാസമുണ്ട്. എന്നാൽ പോലും ചെയ്ത തെറ്റിനെ ഓർത്തുള്ള കുറ്റബോധം കൊണ്ട് നീറുകയാണ്. പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത ശാന്തത അവൻ അനുഭവപ്പെട്ടു. തന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ശത്രുവിനെ ഒതുക്കി, കടവും വീട്ടി. ഇനി ഒരിക്കലും ആ വൃത്തികെട്ട ഗെയിം കളിക്കില്ലെന്ന് തീരുമാനമെടുത്തു. പക്ഷേ അനിയത്തിയോട് ചെയ്ത തെറ്റിന് ഈ ജന്മം മാപ്പർഹിക്കുന്നില്ലെന്ന് അവനറിയാം. വെറുതെ വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് മൂട് കളയണ്ടെന്ന് അവന് തോന്നി. ഷിജുവിനെ കാണാൻ കൂട്ടുകാർ അവന്റെ വീട്ടിലേക്ക് ചെന്നു. ദേഷ്യവും വിഷമവും കാരണം തലകുമ്പിട്ടിരിക്കുകയാണവൻ. പ്രിൻസിപ്പലിന്റെ തീരുമാനമെന്തായി? സിനാൻ ചോദിച്ചു. എന്റെ അച്ഛനും അമ്മയും താണുകീണു പറഞ്ഞു. വലിയ പുരോഗതിയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്റെ സസ്പെൻഷൻ ഉടനെ ഉണ്ടാകും, അത് ഡിസ്മിസലിലാകും. ഷിജു പറഞ്ഞു. ഇതിനെല്ലാം കാരണം അവനാ, ആ ഗോകുൽ. ആ ചെറ്റയെ വെറുതെ വിടരുത്. നീ ഒരു വാക്കു പറ, അവനെ പഞ്ഞിക്കിടുന്ന കാര്യം ഞങ്ങളേറ്റു. സിനാൻ പറഞ്ഞു. വേണ്ട, അവനെനിക്കിട്ടല്ലേ പണിഞ്ഞത്. അവനുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം, ഷിജു വാശിയോടെ പറഞ്ഞു. രാത്രി ടിവി കാണുകയാണ് നിരുപമ. ഈ സമയം അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. നോക്കിയപ്പോൾ ഷിജുവിന്റേതാണ്. ടീച്ചർ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. പ്ലീസ് ഈയൊരു തവണത്തേക്ക് മാപ്പാക്കണം. ഞാനിനി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. നല്ല പോലെ പഠിച്ചോളാം, വേറെ ഒരു അലമ്പും കാണിക്കില്ല. പ്ലീസ് ടീച്ചർ. അവൻ താഴ്മയോടെ മെസ്സേജ് അയച്ചു. എന്റെ ഭാഗത്തുനിന്ന് ഒരു ദയയും നീ പ്രതീക്ഷിക്കണ്ട. നിന്നെ ഡിസ്മിസ് ചെയ്യാൻ മുൻകൈയെടുക്കുന്നത് ഞാനാ. പ്രിൻസിയുടെ മുന്നിൽ നാളെ തന്നെ അതിനുള്ള പ്രഷർ ചെലുത്തും. മൂക്കിലെ മീശ മുളച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും കഞ്ചാവ് വരെ എത്തിയ നീയൊക്കെ കുറച്ചുകൂടി വളർന്നാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറും. അതുകൊണ്ട് മോൻ വേറെ എവിടെയെങ്കിലും പോയി പഠിത്തം പൂർത്തിയാക്കുന്നതാ നല്ലത്. നിന്നെപ്പോലുള്ള കോളനി തെണ്ടികൾക്ക് പറ്റിയ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ പോയി പഠിക്ക്. മനസ്സിലുള്ള വെറുപ്പ് മുഴുവൻ അവൾ ആ മെസ്സേജിൽ അയച്ചു. ടീച്ചർ പ്ലീസ്. ഒരു കോപ്പും പ്രതീക്ഷിക്കണ്ട. എന്റെ മനസ്സലിയില്ല, നിനക്കുവേണ്ടി വാദിക്കില്ല. നിന്റെ കൂടെയുള്ള മറ്റു താന്തോന്നികൾക്കും ഇതൊരു പാഠമായിരിക്കണം. നിരുപമ അവനെ വീണ്ടും അപമാനിച്ചു. പിന്നീട് അവൻ കൂടുതൽ പറയാൻ നിന്നില്ല. താഴ്ന്നതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നിരുപമ ടിവി കാണൽ തുടർന്നു. അല്പം വൈകിയാണ് അവളുടെ ഫോണിൽ അടുത്ത മെസ്സേജ് വന്നത്. ഫോണെടുത്തു നോക്കി. വീണ്ടും ഷിജു. ഇത്തവണ മെസ്സേജിൽ 90 MB ഒരു വീഡിയോ ആയിരുന്നു. അവളത് ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്തു നോക്കി. അടുത്ത നിമിഷം തന്നെ നിരുപമ ഞെട്ടിത്തെറിച്ചു. മാളവിക ഡ്രസ്സ് മാറുന്ന വീഡിയോ ആണത്. അത് മുഴുവൻ കണ്ടു നിൽക്കാൻ അവൾക്കായില്ല. ഉടനെ ഷിജുവിനെ കോൾ ചെയ്തു. എന്താണ് നീ കാണിച്ചത്? നീ ആരോടാ കളിക്കുന്നത് എന്ന് ബോധം വേണം. നീ എന്റെ വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കുമല്ലേ? ഇന്ന് നിന്റെ അവസാനമാണ്. ഇപ്പോൾ തന്നെ ഇത് പോലീസിനെ അറിയിക്കും. പിന്നെ നിന്റെ എല്ലുപോലും ബാക്കിയുണ്ടാവില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീയും നിന്റെ കുടുംബവും നാണം കെടും. നിരുപമ അവനു മുന്നിൽ പൊട്ടിത്തെറിച്ചു. ഞാൻ രണ്ടാമതൊരു ഫുൾ ലെങ്ത് വീഡിയോ അയച്ചിട്ടുണ്ട്. അത് മുഴുവൻ കണ്ടിട്ട് പറ, നാട്ടുകാരുടെ മുന്നിൽ ഞാനാണോ നിങ്ങളാണോ നാണം കെടാൻ പോകുന്നതെന്ന്. ഷിജു ഒട്ടും പതറാതെ മറുപടി നൽകി. നിരുപമ ഉടനെ അടുത്ത വീഡിയോ പ്ലേ ചെയ്തു. അത് കണ്ട് അവൾ സ്തബ്ധയായി.
വീഡിയോ പിടിക്കുന്നത് തന്റെ മകൻ ഗോകുലാണ്. തുടക്കത്തിൽ ക്യാമറ മുറിയിൽ കൊണ്ടുവയ്ക്കുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും അവന്റെ മുഖം വ്യക്തമായി അതിൽ പതിഞ്ഞിട്ടുണ്ട്. കൂടാതെ അവന്റെ ഒരുപാട് ചാറ്റുകളും അവളും മോളും വീട്ടിലുള്ളപ്പോൾ അറിയാതെ എടുത്ത ചിത്രങ്ങളും. ഇതൊക്കെ കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത്ര വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ താൻ 10 മാസം ചുമന്ന് നൊന്തുപെറ്റതെന്ന് അവൾ സ്വയം ശപിച്ചു. നിരുപമ ടീച്ചറെ, എന്നെ പോലീസിൽ പിടിപ്പിക്കുന്ന അതേ സമയം തന്നെ ഈ വീഡിയോ അടുത്തവരുടെ മൊബൈലിലെത്തും. പിന്നെ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്കിനി നാറാൻ മാത്രം ഒന്നുമില്ല. പക്ഷെ ടീച്ചർക്ക് അങ്ങനെയല്ല. സ്വന്തക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നാണം കെടണോ? നിനക്കെന്താ വേണ്ടത്? നിരുപമ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യ്, എന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. നിന്നെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. ടീച്ചർക്ക് വേറെ ഓപ്ഷനില്ലല്ലോ. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. ശരി, നിന്റെ ഡിസ്മിസൽ നടപടികൾ ഞാൻ ഒഴിവാക്കിത്തരാം. പക്ഷെ ഈ വീഡിയോ നീ നശിപ്പിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ്, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിരുപമ അവന് ഉറപ്പുകൊടുത്തു. പിന്നൊരു കാര്യം, ഇപ്പോൾ നടന്നതൊന്നും തൽക്കാലം നിന്റെ മകൻ ഗോകുൽ അറിയണ്ട. ദേഷ്യത്തോടെ അവൾ മറുപടി നൽകി. എങ്കിൽ ശരി ടീച്ചറെ, ഗുഡ് നൈറ്റ്. അവൻ ഫോൺ കട്ട് ചെയ്തു. നിരുപമയ്ക്ക് ആകെ വല്ലാതെയായി. ജീവിതത്തിൽ ഇങ്ങനെയൊരവസ്ഥയുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല. കണ്ണു തുടച്ചുകൊണ്ട് അവൾ മാളവികയുടെ മുറിയിലേക്ക് ചെന്നു. പഠനത്തിൽ മുഴുകിയിരിക്കുകയാണവൾ. നിരുപമ മകളുടെ അരികിൽ ചെന്ന് പതിയെ തലോടി. പഠിച്ചത് മതിമോളെ, ഇനി എന്തെങ്കിലും എടുത്തു കഴിക്ക്. ഈ ചാപ്റ്റർ ഇപ്പോൾ കഴിയുമമ്മേ. അത് കഴിഞ്ഞിട്ട് കഴിക്കാം. കഴിഞ്ഞ തവണ ക്ലാസ്സിൽ ഞാൻ സെക്കൻഡായിപ്പോയി. ഇത്തവണ ശ്രീലക്ഷ്മിയെ കടത്തിവെട്ടി എനിക്ക് ഫസ്റ്റ് ആവണം. അമ്മയ്ക്കും അതല്ലേ ആഗ്രഹം? അവൾ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. മാളവികയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശേഷം മുറിയിൽ നിന്നും പോന്നു. തനിക്കും മകൾക്കും ഈ അവസ്ഥ വരുത്തിയ മകനോട് അവൾക്ക് കൊല്ലാനുള്ള ദേഷ്യം തോന്നി. മകന്റെ കയ്യിലിരിപ്പ് വിദേശത്തുള്ള അച്ഛൻ അറിയുന്നില്ലല്ലോ. ദേഷ്യത്തോടെ നിരുപമ അവന്റെ മുറിയിലേക്ക് ചെന്നു. പുസ്തകം തുറന്നുവെച്ച് ഫോണിൽ റീൽസ് കാണുകയാണ് ഗോകുൽ. നിരുപമ മനസ്സിലുള്ള ദേഷ്യം വെച്ച് അവനെ കുതിര കയറി തല്ലി. കൈയിലുള്ള ഫോൺ പിടിച്ചു വാങ്ങി നിലത്തേക്കെറിഞ്ഞു. സോറി അമ്മേ, ഇനി ഞാൻ പഠിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യില്ല. എന്നെ തല്ലല്ലേ അമ്മേ, അവൻ വേദനയോടെ പറഞ്ഞു. നിന്നെ വളർത്തി വലുതാക്കിയതിന് ഇങ്ങനെയുള്ള ശിക്ഷ തന്നെ കിട്ടണം. അവനെ തല്ലി നിലത്തിട്ട ശേഷം നിരുപമ കണ്ണു തുടച്ചുകൊണ്ട് മുറിവിട്ടുപോയി. അമ്മയ്ക്കിതെന്താ പറ്റിയേ? അടികൊണ്ട വേദനയോടെ അവൻ നിലത്തുനിന്നും എഴുന്നേറ്റു. വലിച്ചെറിഞ്ഞ ഫോൺ നിലത്തുനിന്നെടുത്തു. ഭാഗ്യം സ്ക്രീൻ ഗാർഡ് പൊട്ടിയതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു വഴക്കായി അത് തന്റെ നേർക്ക് പ്രയോഗിച്ചതാണെന്ന് അവൻ കരുതി. കാരണം മുൻപൊരിക്കൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടിപ്പോയി. അടികൊണ്ട ഭാഗത്തൊക്കെ അവൻ നന്നായി തടവി. പിറ്റേന്ന് എംഇഐയിൽ ചെന്ന് ഷിജുവിന്റെ കാര്യം പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. നിരുപമ ടീച്ചർക്ക് ഇതെന്തുപറ്റി? ആ ചെറുക്കനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് മുറവിളിച്ച ടീച്ചർ തന്നെയാണോ ഇപ്പോൾ അവനുവേണ്ടി വക്കാലത്തുമായി വന്നേക്കുന്നത്? പ്രിൻസിപ്പൽ സംശയത്തോടെ ചോദിച്ചു. അവനെപ്പോലെ ഒരു കുട്ടി ഇവിടെ തുടർന്ന് പഠിക്കുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു ഇന്നലെ വരെ. പക്ഷേ രാത്രി ഞാൻ ഒരുപാട് ചിന്തിച്ചു. അവസാനമായി ഒരു തവണ കൂടെ അവന് അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്നു. നിരുപമ പറഞ്ഞു. ഇതിനു മുമ്പും നമ്മൾ ഷിജു എന്ന ആ ചെറുക്കന് ഒരുപാട് അവസരം കൊടുത്തതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? വലിയ തെറ്റുകൾ അവൻ വീണ്ടും ആവർത്തിച്ചു. എല്ലാം അറിയാം സാർ, പക്ഷേ ഇത്തവണ അവൻ നന്നാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. സർ, അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. സത്യം പറഞ്ഞാൽ നിരുപമയുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ അവന്റെ വീട്ടുകാർ വല്ലതും വന്ന് ടീച്ചറുടെ കാല് പിടിച്ചോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാർ, നിരുപമ അല്പം ഭയത്തോടെ പറഞ്ഞു. എന്നാൽ ശരി, നിരുപമ ടീച്ചർക്ക് ഇത്ര വിശ്വാസമുള്ള കാര്യമല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. പ്രിൻസിയുടെ മറുപടി കേട്ട് അവൾക്ക് സമാധാനമായി. സാറിന് നന്ദി പറഞ്ഞ് അവൾ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. രാത്രി ഷിജു നിരുപമ ടീച്ചറെ വിളിച്ചു. ഹലോ ടീച്ചറെ, ചോറൊക്കെ കഴിച്ചോ? അതോ ചപ്പാത്തിയാണോ രാത്രിശീലം? ഷിജു തമാശ രൂപേണ ചോദിച്ചു. ഞാൻ കഴിച്ചു, നിരുപമ ഗൗരവത്തിൽ മറുപടി നൽകി. എന്തായാലും ടീച്ചറുടെ ടോക്കേറ്റു. പ്രിൻസി എന്നെ വിളിച്ചിരുന്നു. നാളെ മുതൽ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും താങ്ക്സ് ടീച്ചർ. അവൻ നന്ദി അറിയിച്ചു. നിന്റെ കാര്യം നടന്നില്ലേ? ഇനി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. റിക്കവർ ആവാത്ത രീതിയിൽ എല്ലാം കളയണം. ഡിലീറ്റ് ചെയ്യാം ടീച്ചറെ, ആദ്യമൊന്നടങ്ങൂ. ഇനി എന്താ വേണ്ടത്?
നിനക്ക് കാശ് വേണോ? ആ വേണം. എത്രയാ വേണ്ടേ? 25,000 രൂപ. ഈ കാശ് ഞാൻ നിന്റെ മകന് കൊടുത്തതാ. കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോബ് ചെയ്തുണ്ടാക്കിയ കാശാണേ അവൻ നശിപ്പിച്ചത്. അത് ഞാൻ തരാം. അതിനുശേഷം ഡിലീറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്യാം. എനിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം? നിനക്ക് വേറെ എന്താ വേണ്ടത്? നിരുപമ ദേഷ്യത്തോടെ ചോദിച്ചു. കൂൾ ടീച്ചർ, കൂൾ. ആദ്യം പൈസയേക്ക്. എനിക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് നാളെ രാത്രി ഇതേപോലെ സംസാരിക്കാം. നീ വേലയിറക്കല്ലേ? ടീച്ചർ പേടിക്കേണ്ട. നമുക്ക് നാളെ സമാധാനത്തോടെ സംസാരിച്ച് കാര്യത്തിനൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാം. നീ വെറുതെ കളിക്കല്ലേ? നിരുപമ ചെറിയ ഭയത്തോടെ പറഞ്ഞു. ടീച്ചർ സുഖമായിട്ടുറങ്ങിക്കോ. നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. അവൻ ഫോൺ വെച്ചു. എന്തായിരിക്കും അവന്റെ അടുത്ത ആവശ്യം? നിരുപമ സംശയത്തോടെ ചിന്തിച്ചു. പിറ്റേന്ന് ഷിജുവിനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ട് ജിനുവും ഗോകുലും മറ്റു പിള്ളേരും ഞെട്ടി. സിനാനും കൂട്ടരും അവനെ ഗംഭീര വരവേൽപ്പോടെ ക്ലാസ്സിലേക്ക് ആനയിച്ചു. ഇതെന്ത് മറിമായം? ഷിജു എങ്ങനെ വീണ്ടും വന്നു? ഗോകുൽ ആകെ അന്തം വിട്ടുനിന്നു. ഷിജു ഗോകുലിന്റെ അടുത്തേക്ക് ചെന്നു. ഗോകുലേ മോനെ, നീ എനിക്കിട്ട് പണിഞ്ഞിട്ട് ഞെളിഞ്ഞിരിക്കുകയല്ലേ? നിനക്കുള്ള പണി പിറകെ വരുന്നുണ്ട്. അതുവരെ മോൻ ചിരിച്ചു കളിച്ചിരുന്നു. ഷിജു ഭീഷണി സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. ഗോകുലിന് നല്ലോണം പേടിയായി. നീ സൂക്ഷിച്ചോ, ഷിജു നിനക്കിട്ട് നല്ല പണിയായിരിക്കും തരാൻ പോകുന്നത്. ജിനു മുന്നറിയിപ്പ് നൽകി. അല്ല, നിന്നെ എങ്ങനെയാടാ തിരിച്ചു വിളിച്ചത്? പുറത്താക്കിയെന്നാ ഞങ്ങളൊക്കെ കരുതിയേ, സിനാൻ പറഞ്ഞു. സത്യത്തിൽ എന്ത് അത്ഭുതമാ നടന്നത്? ഇവിടെ എല്ലാവരും നിനക്കെതിരായിരുന്നല്ലോ. വിഷ്ണു ആകാംക്ഷയോടെ ചോദിച്ചു. ഇത് വലിയ അത്ഭുതമൊന്നുമല്ലടാ. പ്രിൻസിപ്പലിനെ വിളിച്ച് നല്ല അന്തസ്സോടെ കരഞ്ഞു. എന്റെ സങ്കടം കണ്ട് പുള്ളി ഒരവസരം കൂടെ തന്നു. ഷിജു കള്ളം തട്ടിവിട്ടു. നിരുപമ എതിർത്തില്ലേ? ജോണി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ക്ലാസ്സിൽ തിരിച്ചുകയറാൻ പറ്റിയല്ലോ, ഭാഗ്യം, ഷിജു പറഞ്ഞു. നിന്റെ തിരിച്ചുവരവ് ഇവിടെ പലർക്കും ദഹിച്ചിട്ടില്ല, മനു ഗോകുലിനെ നോക്കിക്കൊണ്ടു പറഞ്ഞു. ദഹിക്കാത്തവരുടെ ദഹനക്കേട് മാറ്റാൻ കൂടിയിട്ട എന്റെ ഈ തിരിച്ചുവരവ്, ഷിജു കള്ളച്ചിരിയോടെ പറഞ്ഞു. 10 മണിയായി. ക്ലാസുകളൊക്കെ തുടങ്ങി. പല അധ്യാപകരും വന്നുപോയി. പക്ഷെ നിരുപമ ടീച്ചറുടെ പീരീഡ് വേറെ സാർ വന്നെടുത്തിട്ട് പോയി. രാത്രി ഷിജു നിരുപമയെ വിളിച്ചു. എന്താ ടീച്ചറെ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? എന്നെ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടാണോ? എനിക്കിന്ന് തീരെ സുഖമില്ലായിരുന്നു, നിരുപമ മറുപടി നൽകി. അത് കള്ളം ടീച്ചർ. മറ്റു ക്ലാസ്സിലൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? അതും നമ്മൾ ഇത്രയൊക്കെ അടുത്തിട്ടും. നമ്മൾ എന്തടുത്തു എന്നാ നീ പറയുന്നേ? എന്റെ ഗതികേടുകൊണ്ടാ നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനോട് സംസാരിക്കുന്നത് തന്നെ, നിരുപമ ദേഷ്യപ്പെട്ടു. അയ്യോ അയ്യോ, ശബ്ദം വെക്കില്ലേ ടീച്ചർ. ഒന്ന് അടങ്ങ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, വിട്ടുകള. നീ സംസാരിച്ച് സമയം കളയാതെ കാര്യം പറ. എന്താ ഇനി നിനക്ക് വേണ്ടത്? നിരുപമ ധൃതി കൂട്ടി. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സിമ്പിളാണ് ടീച്ചർ. അതുപോലെ ചെയ്താൽ മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ കാര്യം കേട്ട് നിരുപമ പൊട്ടിത്തെറിച്ചു. വൃത്തികേട് പറയുന്നു. നിന്റെ അമ്മയുടെ പ്രായമില്ലേ എനിക്ക്? പോരാതെ നിന്റെ ടീച്ചറും. എന്റെ അവസ്ഥ മുതലെടുത്ത് എന്ത് തോന്നിവാസവും പറയാമെന്നാണോ? നിരുപമ അവനോട് പൊട്ടിത്തെറിച്ചു. കൂൾ ടീച്ചർ, കൂൾ. വൃത്തികേട് പറഞ്ഞിട്ട് ഞാൻ അടങ്ങണമെന്നോ? അടങ്ങിയല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നറിയാമല്ലോ. നിന്റെ ഭീഷണി കേട്ട് ഞാൻ എന്ത് വൃത്തികേടും അനുസരിക്കുമെന്നാണോ? ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ ടീച്ചറെ. ഈ നിസാര കാര്യത്തിന് നമ്മൾ തമ്മിലുള്ള പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കണോ? ടീച്ചർ നന്നായി ആലോചിക്ക്, എന്നിട്ട് തീരുമാനിക്ക്. ഇതിലെനിക്കൊന്നും ആലോചിക്കാനില്ല. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല, അവൾ തീർത്തു പറഞ്ഞു. ശരി ടീച്ചർ, ഇഷ്ടം പോലെ ചെയ്തോ. ഇനി ഞാൻ വല്ലതും ചെയ്തിട്ട് എന്നെ കുറ്റം പറയരുത്, ഷിജു ഭീഷണിയോടെ പറഞ്ഞു. ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് അടിപൊളിയാണ്, സൂപ്പർ സ്റ്റോറിയാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ഭാഗം ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും.